നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചലച്ചിത്ര TV കലാപ്രതിഭകളുടെ പ്രകടനവുമായി ഫൊക്കാന കേരള കൺവെൻഷൻ ഒരുങ്ങുന്നു. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ഓഫ് ഷിക്കാഗോയ്ക്ക് പുതു നേതൃത്വം. മിസസ് എർത്ത് കിരീടം കനേഡിയൻ മലയാളിക്ക് അഭിമാനമായി കണ്ണൂരിന്റെ പുത്രി മിരി ഭാസ്കർ. വൈസ്മാൻ ഇന്റർനാഷണൽ നോർത്ത് അറ്റ്ലാന്റിക് റീജിയണൽ കൗൺസിൽ പ്രഥമ യോഗം നടന്നു. വിദേശീയർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനുള്ള തെളിവ് എല്ലായ്പ്പോഴും കയ്യിൽ കരുതണമെന്ന് CBP. മാക് തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറാകുന്നു. ശക്തമായ പാനലിന് നേതൃത്വം നൽകാൻ ചാക്കോ തോമസ്. KHNA ശക്തി ഫോർ ഐക്യം ഉദ്ദേശശുദ്ധിയോടെയുള്ള ഒരു ചുവടുവെപ്പ്. സമ്മർ ബ്ലേസ് 2025 ക്യാമ്പ് സമാപിച്ചു. ഡിക്ലെയർ ചെയ്യാത്ത ഭക്ഷ്യവസ്തുക്കൾ വിമാനത്തിൽ കയറ്റില്ല, മുന്നറിയിപ്പുമായി US. നോൺ ഇമിഗ്രന്റ് വിസയ്ക്ക് സെപ്റ്റംബർ 2 മുതൽ നേരിട്ട് ഇന്റർവ്യൂ നിർബന്ധമാക്കി. ലിക്വിഡ് ഗ്ലാസ് ഡിസൈനും പരിഷ്കരിച്ച ആപ്പ് ഇന്റർഫേസുകളും iOS 26 അടുത്ത മാസം എത്തുന്നു. ദിവ്യ ദേശ്മുഖ് ലോകകപ്പിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും സ്വന്തമാക്കിയ 4ാമത്തെ ഇന്ത്യൻ വനിതാ താരം. വാർത്തകൾ വിശദമായി. 2025 ഓഗസ്റ്റ് 1 മുതൽ 3 വരെ കോട്ടയത്തെ കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഫൊക്കാന കേരള കൺവെൻഷൻ ചലച്ചിത്ര TV രംഗത്തെ കലാപ്രതിഭകളുടെ പ്രകടനങ്ങളുടെ വേദി കൂടിയായിരിക്കുമെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, കേരള കൺവെൻഷൻ ചെയർമാൻ ജോയ് ഇട്ടൻ എന്നിവർ അറിയിച്ചു. നോർത്ത് അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും എത്തിച്ചേരുന്ന അതിഥികളെയും കലാസാംസ്കാരിക പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വീകരിക്കാൻ കുമരകം ഗോകുലം 5 സ്റ്റാർ ഗ്രാൻഡ് റിസോർട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിലേക്കും ഏറ്റവും വലിയ മലയാളി പ്രവാസി സംഗമമായിരിക്കും ഫൊക്കാന കേരള കൺവെൻഷൻ. 3 ദിവസങ്ങളിലായി അരങ്ങേറുന്ന ഈ മഹാസമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലഹരിക്കെതിരെയുള്ള വിളംബരം, ഉദ്ഘാടനം എന്നിവ നടക്കും. 2ാം ദിവസം ഫൊക്കാനയും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഭാഷയ്ക്കൊരു ഡോളർ സാഹിത്യ സമ്മേളനം, സാഹിത്യ അവാർഡുകൾ, സാംസ്കാരിക അവാർഡുകൾ, ബിസിനസ് സെമിനാറുകൾ, ബിസിനസ് അവാർഡുകൾ, വിമൻസ് ഫോറം സെമിനാർ, വിമൻസ് ഫോറം സ്കോളർഷിപ്പ് വിതരണം, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടക്കം, ഫൊക്കാനയുമായി സഹകരിച്ച് നടത്തുന്ന ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാൽ വിതരണം, മാധ്യമ സെമിനാർ, ഫൊക്കാന ഹൗസിംഗ് പ്രൊജക്ട്, മെഡിക്കൽ കാർഡ് വിതരണം, പ്രിവിലേജ് കാർഡ് വിതരണം, മൈൽസ്റ്റോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഫൊക്കാന സിം കേരള പ്രൊജക്ടിന്റെ സമാപനം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയാണ് 2ാം ദിവസത്തെ പരിപാടികൾ. 3ാം ദിവസം വിനോദത്തിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. 400 പേർക്ക് യാത്ര ചെയ്യാനാവുന്ന ബോട്ട് സവാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഡാൻസും പാട്ടും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടനാടൻ കായലിലൂടെ ഏവരുടെയും മനം കവരുന്ന യാത്ര പ്രകൃതി സ്നേഹികളുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ടതാണ്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും ഇതുപോലൊരിടം വേറെ കാണില്ല. 3 ദിവസങ്ങളിലുമുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധ സിനിമാ താരവും ഡാൻസറുമായ സരയു മോഹൻ, സിനിമാ താരത്തോടൊപ്പം ഡാൻസറും അവതാരികയും കൂടിയായ അമല റോസ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസുകൾ, സിനിമാ പിന്നണി ഗായകനായ ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ജോബി, പ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മിയക്കുട്ടി, സിനിമാ പിന്നണി ഗായകനും മിമിക്രി താരവുമായ രാജേഷ് അടിമാലി തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വാദകർക്ക് ഹരമാകും. വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം, ആതുര ശുശ്രൂഷയ്ക്കുള്ള സഹായം തുടങ്ങിയ എന്നും അഭിമാനകരവും പുണ്യവുമായ പ്രവർത്തനങ്ങളാണ് അവ. കൂടാതെ സർക്കാരിന്റെ പല പദ്ധതികളും സഹകരിച്ചും അല്ലാതെയും സ്വതന്ത്രവുമായും ഭവനരഹിതർക്ക് വീടുകൾ, അങ്ങനെ വളരെ ജനകീയമായ നിരവധി പദ്ധതികൾക്ക് ഈ കമ്മിറ്റി ചുക്കാൻ പിടിക്കുന്നു. ഏവരെയും ഈ കേരള കൺവെൻഷനിലേക്ക് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് ബിപിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, കേരള കൺവെൻഷൻ ചെയർ ജോയ് ഇട്ടൻ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന് പുതിയ നേതൃത്വം. ഷിക്കാഗോയിലെ നോർത്ത് ബുക്കിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ഓഫ് ഷിക്കാഗോയുടെ 2025-27 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശ്രീ ബിനു കൈതക്കത്തൊട്ടിയിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ മഹേഷ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ശ്രീ ടാജു കണ്ടാരപ്പള്ളിൽ, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ നിതിൻ എസ് നായർ,
ട്രഷററായി ശ്രീ മനോജ് വഞ്ചിയിൽ എന്നിവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. 2 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ശ്രീ റോയ് നെടുംചിറ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്നു. ശ്രീ മഹേഷ് കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ശ്രീ സാബു തരത്തട്ടേൽ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്ഥാപക അംഗങ്ങളായ ശ്രീ പീറ്റർ കുളങ്ങര, ശ്രീ സതീഷ് നായർ, ശ്രീ വർഗീസ് പാലമലയിൽ, ശ്രീമതി വിജി നായർ, ശ്രീ ജോൺ പാട്ടപതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാനായി ശ്രീ സ്റ്റീഫൻ കിഴക്കേക്കുറ്റും ചെയർമാനായി ശ്രീ റോയ് നെടുംചിറയും നിയമിതരായി. ശ്രീ പോൾസൺ കുളങ്ങര ഏവർക്കും നന്ദി പറഞ്ഞു. സ്നേഹവിരുന്നോടെ യോഗം അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. കാനഡയെ പ്രതിനിധീകരിച്ച് മിസസ് എർത്ത് 2025 പട്ടം സ്വന്തമാക്കി മലയാളി യുവതി മിനി ഭാസ്കർ. ആദ്യമായാണ് ഒരു മലയാളി യുവതി ഈ നേട്ടം സ്വന്തമാക്കുന്നത്. യുഎസിൽ നടന്ന രാജ്യാന്തര സൗന്ദര്യ മത്സരത്തിലാണ് 24 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളി മിലി ഈ അഭിമാന നേട്ടം കൈവരിച്ചത്. മിസസ് എർത്ത് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ കാനഡക്കാരി കൂടിയാണ് മിലി ഭാസ്കർ. 2 മക്കളുടെ അമ്മയായ മിലി 2024 ആദ്യമായി റാമ്പിൽ ചുവടുവെച്ചത്. ജനുവരിയിൽ നടന്ന മിസിസ് മലയാളി കാനഡ മത്സരമാണ് സൗന്ദര്യ മത്സരവേദിയിലേക്ക് കാലെടുത്ത് വെക്കാൻ മിലിക്ക് ഊർജ്ജമേകിയത്. പിന്നീടാണ് മിസിസ് കാനഡ എർത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ട്രോണിക്സിൽ ബിരുദവും ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിരുദവും യോഗാധ്യാപിക കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡെലോയിറ്റ് കാനഡയിലെ ഡയറക്ടറായ അവർ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നിവയുടെ ശക്തിയായ വക്താവാണ്. യോഗ ഇൻസ്ട്രക്ടറും മാനസികാരോഗ്യ പ്രചാരകയും കൂടിയാണ് മിലി. ഈ വിജയം എനിക്ക് മാത്രമല്ല, സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്ന ഓരോ സ്ത്രീക്കും കൂടിയാണ്. കിരീടം ഏറ്റുവാങ്ങി മിലി പറഞ്ഞു. ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം ഒന്റാരിയോയിലെ ഓക്വില്ലിലാണ് മിലി താമസിക്കുന്നത്. മിലിയുടെ വിജയം കാനഡയ്ക്കും ഇന്ത്യക്കും മലയാളികൾക്കും അഭിമാന നേട്ടമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വൈസ്മെൻ ഇന്റർനാഷണൽ നോർത്ത് അറ്റ്ലാന്റിക് റീജിയണൽ കൗൺസിൽ പ്രഥമ യോഗം ജൂലൈ 20 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഫ്ലോറൽ പാർക്കിലുള്ള ടൈസൺ സെന്ററിൽ വെച്ച് റീജിയണൽ ഡയറക്ടർ ശ്രീ ജോർജ് കെ ജോണിന്റെ അധ്യക്ഷതയിൽ നടന്നു. യോഗത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ പ്രസിഡന്റ് ശ്രീ ജോസഫ് കാഞ്ഞമലയ്ക്ക് സ്വീകരണം നൽകുകയും തദവസരത്തിൽ ജോസഫ് കാഞ്ഞമല റീജിയണൽ സർവീസ് ഡയറക്ടർക്ക് വേണ്ടി ട്രെയിനിംഗ് ക്ലാസുകൾ നൽകുകയും ചെയ്തു. റീജിയണൽ ഡയറക്ടർ ശ്രീ ജോർജ് കെ ജോൺ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ 125ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈസ്മെൻ ഇന്റർനാഷണൽ USA നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിൽ നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും തീരുമാനിച്ചു. മുൻ ഏരിയ പ്രസിഡന്റ് ഷാജു സാം, ചെറിയാൻ ജോർജ്, ക്ലബ് പ്രസിഡന്റുമാരായ ജോർജ് സാമുവൽ, വർഗീസ് പോത്തിനിക്കാട്, രാജൻ എബ്രഹാം, ഫിലിപ്പ് മഠം എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ ട്രഷറർ ഷാജി സക്കറിയ അവതരിപ്പിച്ചു. ഡോക്ടർ ബിനിയുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ യോഗം ശ്രീമതി ആൻ എബ്രഹാം വൈസ്മെന്റെ പ്ലഡ്ജ് ചൊല്ലിക്കൊടുത്തു. റീജിയൻ സെക്രട്ടറി വർഗീസ് ജേക്കബ് സ്വാഗതവും ട്രഷറർ ഷാജി സക്കറിയ നന്ദിയും പറഞ്ഞു. നേതാക്കളായ ഗെ വർഗീസ്, ജിം ജോർജ്, വർഗീസ് ലൂക്കോസ്, ഡിൻസിൽ ജോർജ്, സജി മാത്യു, ചാർലി ജോൺ, പോൾ പി ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനുള്ള തെളിവ് എല്ലായ്പ്പോഴും കയ്യിലുണ്ടായിരിക്കണമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഫെഡറൽ ഏജൻസികൾ ഏത് സമയത്തും പരിശോധന നടത്തുന്നത് കുടിയേറ്റ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കാനാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. രേഖകൾ കയ്യിലില്ലെങ്കിൽ പിഴ ഉണ്ടാവാം. CBP Xൽ കുറിച്ചു. 18 വയസ്സിനുമേൽ പ്രായമുള്ള എല്ലാ വിദേശീയരും എല്ലാ സമയത്തും ബന്ധപ്പെട്ട രേഖകൾ കയ്യിൽ സൂക്ഷിക്കണം. അത് കയ്യിലില്ലാതെ വരുന്നത് ശിക്ഷാർഹമായ പെരുമാറ്റമോ കുറ്റകൃത്യമോ ആണ്. രേഖകളില്ലാതെ പിടിയിലായാൽ നാടുകടത്തൽ വരെ ഉണ്ടാവാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ 2026 ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് നവംബറിലാണെങ്കിലും ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ സൂചനകൾ നൽകി നിരവധി സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഒന്നിലധികം പാനലുകൾ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഹ്യൂസ്റ്റണിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ ചാക്കോ തോമസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഹ്യൂസ്റ്റണിൽ വിവിധ രംഗങ്ങളിൽ സജീവമായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു പാനലിന് നേതൃത്വം നൽകിക്കൊണ്ട് മാഗിനെ പ്രവർത്തന മേഖലകളിൽ ഉന്നതികളിൽ എത്തിക്കുവാൻ ശ്രമിക്കുമെന്ന് ചാക്കോ തോമസ് പറഞ്ഞു.
യുവാക്കളെയും വനിതകളെയും പ്രായമായവരെയും ഉൾപ്പെടുത്തി ഒരു ശക്തമായ പാനലിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചാക്കോ തോമസ് പറഞ്ഞു. ഹ്യൂസ്റ്റണിലെ മലയാളികൾക്ക് സുപരിചിതനാണ് ചാക്കോ തോമസ്. 30 വർഷത്തിലേറെയായി താൻ അഭിമാനത്തോടെ സേവിക്കുന്ന കമ്മ്യൂണിറ്റിയായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനമുണ്ട്. മാഗിൽ നിരവധി വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന ചാക്കോ തോമസ് സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ ഒന്നിലധികം തവണ പ്രവർത്തിച്ചു. ഈ അനുഭവങ്ങൾ സംഘടനയുടെ മൂല്യങ്ങൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകാൻ തന്നെ സഹായിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ സൗത്ത് ഇന്ത്യ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. അവിടെ സംരംഭകർ, പ്രൊഫഷണലുകൾ, കമ്മ്യൂണിറ്റി സംഘടനകൾ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. വിവിധ സാംസ്കാരിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ചാക്കോ തോമസ് ഓർത്തഡോക്സ് സഭയുടെ സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ട്രഷററായി 3 തവണയും സെക്രട്ടറിയായി 1 തവണയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശക്തമായ പൈതൃകത്തെ കാത്തുസൂക്ഷിച്ച് സുതാര്യത, ഉത്തരവാദിത്തം, സഹകരണ മനോഭാവം എന്നിവയോടെ മാഗിനെ നയിക്കാൻ ലക്ഷ്യമിടുന്ന ചാക്കോ തോമസ് എല്ലാ മാഗ് അംഗങ്ങളുടെയും നിർലോഭമായ പിന്തുണ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മാതാപിതാക്കളുടെ വാർദ്ധക്യം സുന്ദരമാക്കാനുള്ള അവസരമുണ്ടാക്കിയെടുക്കുന്നതിനായി വിവിധ പദ്ധതികൾ KHNA ടീം ശക്തി ഫോർ ഐക്യം പ്രധാന ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. വൃദ്ധസദനങ്ങളുടെ ഒറ്റമുറിയിലേക്ക് തള്ളപ്പെടുന്ന വാർദ്ധക്യമാണോ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്? ഹൈന്ദവ സംസ്കാരങ്ങളും പാരമ്പര്യവും നമുക്ക് പകർന്നു നൽകിയവർക്ക് കർക്കിടകത്തിൽ 2 വരി രാമായണം പോലും ഉറക്കെ വായിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ പാശ്ചാത്യ രീതികൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ആശ്രയമായി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയൊക്കെ വളർന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ അച്ഛനമ്മമാർ ഇത്തരമിടങ്ങളിൽ തള്ളപ്പെടുന്നുണ്ട് എന്നത് തികച്ചും ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരം അവസരങ്ങളിലാണ് ടീം ശക്തി ഫോർ ഐക്യം എന്ന സമൂഹത്തിന്റെ സമൂലമായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടായ്മയുടെ പ്രസക്തി. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന മാറ്റങ്ങൾ അല്ലെന്നുള്ളതും ക്ലേശകരമായ ഒരു ശ്രമത്തിലൂടെ മാത്രമേ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ടീം ശക്തി ഫോർ ഐക്യം എന്ന കൂട്ടായ്മ ഇത്തരം ലക്ഷ്യങ്ങൾക്കായി ചേർന്ന് പ്രവർത്തിക്കാനൊരുങ്ങുന്നത്. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾക്ക് വഴികാട്ടിയായതുപോലെ, നമ്മളെ സംരക്ഷിച്ചതുപോലെ, നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ട് നമ്മളെ വളർത്തിയതുപോലെ അവർക്കും അവരുടെ വാർദ്ധക്യം സുന്ദരമാക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിനായി വിവിധ പദ്ധതികൾ ടീം ശക്തി ഫോർ ഐക്യം പ്രധാന ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. ടീം ശക്തി ഇത് പ്രാർത്ഥനയായി കണ്ടുകൊണ്ട് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ അച്ഛനമ്മമാരുടെ വാർദ്ധക്യം സുന്ദരമാക്കുക എന്നത്. അത് പരിപൂർണതയിലെത്തിക്കാൻ ടീം ശക്തി നിരന്തരം പരിശ്രമിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ജ്ഞാനായ കത്തോലിക്ക റീജിയണിലെ ടാമ്പ ഫെറോന തലത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി നടത്തിയ 3 ദിവസത്തെ സമ്മർ ക്യാമ്പ് ആവേശഭരിതമായി സമാപിച്ചു. ഫെറോന വികാരി ഫാദർ ജോസ് ആദോപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ ക്യാമ്പിന് തുടക്കമായി. ഫാദർ ജോബി പൂച്ചുകണ്ടത്തിൽ, ഫാദർ ജോസ് ചിറപ്പുറത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ രാജീവ് വലിയവേട്ടിൽ, ജോർഡി ഡാനിയൽ, ടോണി പുല്ലാപ്പള്ളി, ഹാന്ന ചേലക്കൽ എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. സിസ്റ്റർ സാന്ദ്ര SVM, ബ്രദർ ജോഷ് ജോർജ്, ദീപക് മുണ്ടുപാലത്തിങ്കൽ, ചാക്കോച്ചൻ പുല്ലാനപ്പള്ളിൽ, സിജോയ് പറപ്പള്ളിൽ, ജയ്ത കല്ലിടാന്തിയിൽ, സുനി ചാക്കോനാൽ എന്നിവർ വിവിധ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ടാമ്പ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഫെറോന ഇടവക, അറ്റ്ലന്റ ഹോളി ഫാമിലി ജ്ഞാനായ കത്തോലിക്ക ഇടവക, മയാമി സെന്റ് ജൂഡ് ജ്ഞാനായ കത്തോലിക്ക ഇടവക, ഒർലൻഡോ സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക ഇടവക എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ക്യാമ്പിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസി. ഇനി മുതൽ മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്നവർ അവ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യണമെന്ന് CBP കർശന നിർദ്ദേശം നൽകി. യാത്രക്കാർ കൊണ്ടുപോകുന്ന വസ്തുക്കൾ അവ ക്യാരി ഓൺ ബാഗുകളിലോ ചെക്ക് ചെയ്ത ലഗേജുകളിലോ വാഹനങ്ങളിലോ ആണെങ്കിൽ പോലും CBPക്ക് മുന്നിൽ ഡിക്ലെയർ ചെയ്യണം. CBPയുടെ നായ, പന്നിയുടെ വേവിച്ച തലയടങ്ങിയ ഭക്ഷണവസ്തുക്കൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ഈ നിർദ്ദേശം പുറത്തുവിട്ടത്. പ്രവേശന കവാടങ്ങളിലെ CBP അഗ്രികൾച്ചറൽ സ്പെഷ്യലിസ്റ്റുകൾ ഡിക്ലെയർ ചെയ്ത എല്ലാ വസ്തുക്കളും പരിശോധിച്ച് അവ US പ്രവേശ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കും. വാണിജ്യേതര വസ്തുക്കൾ ഡിക്ലെയർ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ആദ്യ തവണ കുറ്റക്കാർക്ക് $1000 വരെ പിഴ ചുമത്തും. വാണിജ്യപരമായ ലംഘനങ്ങൾക്ക് ഇതിലും ഉയർന്ന പിഴകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര തപാൽ വഴിയുള്ള സാധനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ഡിക്ലെയർ ചെയ്യാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അപകടകരമായ സസ്യകീടങ്ങളെയും മൃഗരോഗങ്ങളെയും എത്തിക്കാൻ സാധ്യതയുണ്ട്.
ഈ ഭീഷണികൾ അമേരിക്കൻ കൃഷിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. ഇത് തടയുന്നതിനാണ് പുതിയ നിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. US നോൺ ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ ഒട്ടുമിക്കവരും സെപ്റ്റംബർ 2 മുതൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണം. 14 വയസ്സിൽ കുറഞ്ഞവർക്കും 79 വയസ്സ് കഴിഞ്ഞവർക്കും പുതിയ ചട്ടം ബാധകമാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ 25 അറിയിച്ചു. വിസ വെയർ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയ ഡിപ്പാർട്ട്മെന്റ് യോഗ്യതകളും കുറിച്ചു. വിസ ഒഴിവാക്കാൻ അനുവാദമുള്ള ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി. B1, B2 വിസകൾ പുതുക്കാൻ നിയന്ത്രണങ്ങളും കൂടി. ഹ്രസ്വകാല യാത്രാ വിസയ്ക്കും ബിസിനസ് വിസയ്ക്കും കൂടുതൽ കർശനമായ പരിശോധന വരുന്നു. മുൻപ് വെയർ ലഭിച്ചിരുന്ന വിഭാഗങ്ങൾക്ക് കൂടി അത് ബാധകമാണ്. ഫെബ്രുവരി 18 അനുവദിച്ച വെയർ ചട്ടങ്ങൾ ഇതോടെ ഇല്ലാതായി. ഇനി അനുവാദമുള്ള വിഭാഗങ്ങൾ ഇവ മാത്രം. ഡിപ്ലോമാറ്റിക് ഒഫീഷ്യൽ വിസ അപേക്ഷകൾ A1, A2, C3, ഒഫീഷ്യൽസിന്റെ അറ്റൻഡന്റ്മാർ, വീട്ടുജോലിക്കാർ, വ്യക്തിപര ജോലിക്കാർ എന്നിവർ ഒഴിവാണ്. G1, G2, G3, G4, നേറ്റോ 1 മുതൽ 6 വരെ, ടെക്രോ E1. അതിർത്തിയിൽ B1, B2, ഫുൾ വാലിഡിറ്റി വിസിറ്റർ വിസകൾ പുതുക്കുന്നവർക്ക് ഒഴിവ് കിട്ടും. അത് വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ആപ്പിളിന്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 26 അടുത്ത മാസം പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. iPhone 17 സീരീസിനൊപ്പമാകും iOS 26ന്റെ ലോഞ്ച്. ആകർഷകമായ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനും പരിഷ്കരിച്ച ആപ്പ് ഇന്റർഫേസുകളുമായിട്ടാണ് പുതിയ iOS എത്തുന്നത്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയുടെ 19-കാരി ദിവ്യ ദേശ്മുഖിന്. ജോർജിയയിലെ ബാത്തുമിയിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ദിവ്യ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി. ആദ്യ 2 ഗെയിമുകളും സമനിലയിൽ കലാശിച്ചിരുന്നു. നാഗ്പൂരിൽ നിന്നുള്ള ദിവ്യ ലോകകപ്പിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും സ്വന്തമാക്കി. ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ദിവ്യ. 2001 വിമൻസ് ഗ്രാൻഡ് മാസ്റ്ററായ ദിവ്യ 2023 ഇന്റർനാഷണൽ മാസ്റ്ററായി. ചൈനയുടെ മുൻ ലോകകപ്പ് ചാമ്പ്യൻ ടാൻ സോംകിയെ സെമിയിൽ 2ാം ഗെയിമിൽ കീഴടക്കിയാണ് ദിവ്യ ഫൈനലിൽ കടന്നത്. ചൈനയുടെ ലേറ്റ് ഇൻജിയെ തോൽപ്പിച്ചാണ് ഹംപി ഫൈനലിൽ കടന്നത്. ആദ്യമായാണ് ഇന്ത്യൻ താരങ്ങൾ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ കടന്നത്. ഓപ്പൺ വിഭാഗത്തിൽ വിശ്വനാഥൻ ആനന്ദ് 2000-ലും 2002-ലും ലോകകപ്പ് നേടിയിരുന്നു. ദിവ്യ ലോക ജൂനിയർ യൂത്ത് കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.